ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ബട്ടൂരേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബട്ടൂരയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ബട്ടൂര സാധാരണ ബട്ടൂരല്ല, നമ്മൾ നോർത്ത് ഭാഗത്തൊക്കെ പോയാൽ നമ്മൾ ചോല ബട്ടൂര എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കഴിക്കുന്ന ഒരു ബട്ടൂരില്ലേ, ആ ചോല കറീൻ്റെ കൂടെ കിട്ടുന്ന നല്ല വലിയ സൈസിലുള്ള അടിപൊളി ബട്ടൂര കേട്ടോ. ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു ബട്ടൂരാണ്. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ കറി ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റിയാണ്. ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബട്ടൂരക്കുള്ള മാവ് കുഴച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു 4 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തത്. 4 കപ്പിനുള്ള അളവുകളാണ് മൊത്തം പറയുന്നത്. ഇതിലേക്ക് ഇതാ ഒരു 1½ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ട പഞ്ചസാരയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ബേക്കിംഗ് സോഡ കേട്ടോ, അപ്പക്കാരം അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മെഷീനിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി. നന്നായിട്ട് ആ ഓയിൽ ആ പൊടിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ ഞാൻ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് കേട്ടോ. നമ്മൾ എത്ര കപ്പിലാണോ റവ അളന്നതെന്ന് വെച്ചാൽ ആ നമ്പറിൽ തന്നെ നമ്മൾ ടേബിൾ സ്പൂണാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുക. വറുക്കാത്ത റവ ആയിരിക്കണം. അപ്പോൾ ഒരു 4 വലിയ സ്പൂണ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് തൈരാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. പുളി കുറവുള്ളത് ചേർത്താൽ മതി. ഇനി ഇത് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് നല്ല ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചുകൊണ്ടുവരിക. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴക്കണ പോലെയാണ് കുഴക്കേണ്ടത്. കുറച്ച് സോഫ്റ്റ് ആയിട്ട് ട്ടോ. കുറച്ചൊരു ലൂസായിരിക്കണം. ലൂസെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം. അല്ലാണ്ട് നമ്മൾ പൂരിക്ക് കുഴക്കണ പോലെ ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്. ഈ ഒരു രീതിയിലാണ് കുഴക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇന്നൊരു കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അടിപൊളി ചിക്കൻ കറിയാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല ആണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് എരിവിന് കുരുമുളകാണ് വേണ്ടത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2, 3, 4, 5 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയ വലിയ ജീരകമാണ്, പെരുംജീരകം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ പകുതി ചെറിയ ജീരകം കേട്ടോ, 1/2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഉലുവയാണ്. അതൊരു 1/2 ടീസ്പൂണേ ചേർക്കാവൂ. കൂടുതൽ ക്വാണ്ടിറ്റി ആയി പോകരുത്, കയ്പ്പ് രസം വരും. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മസാലകളാണ്. 2 കറുത്ത ഏലക്കായ്, അത് നിർബന്ധമാണ് കേട്ടോ ആ ഒരു ഫ്ലേവറിന്. പിന്നെ നമ്മൾ സ്റ്റാർ അനീസ് ബിരിയാണിയിലിടുന്ന അതിൻ്റെ ഒരു നേർ പകുതിയാണ് ഇട്ടത്. പിന്നെ ഒരു 4 പച്ച ഏലക്കായ് വേണം. 2 കഷ്ണം പട്ട വേണം. പിന്നെ വേണ്ടത് ഗ്രാമ്പുവാണ്. ഒരു 3 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ മസാലകൾ നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. വഴറ്റുകയെന്ന് വെച്ചാൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുക കേട്ടോ. ആ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഒരുപാട് കളറൊന്നും മാറണ്ട. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇത്രയും മതി. ഇനി ഇത് ഇതിലേക്ക് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കുന്നത് എള്ളാണ് കേട്ടോ. വെള്ള എള്ളോ അല്ലെങ്കിൽ കറുത്ത എള്ളോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചൂട് മതി കേട്ടോ. ആ തീ ഓഫാക്കിയതിൻ്റെ ശേഷമുള്ള ചൂട് മതി. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം കേട്ടോ. ആ ഒരു ചൂട് മതി. ഇനിയിപ്പോൾ അത് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നല്ല ഫൈൻ പൗഡറായിട്ട് ഇത് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം വെക്കാനുള്ള കറക്റ്റ് അളവാണ്. ഇനിയിപ്പോൾ നമ്മൾ കറി വെക്കാനുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക. ഓയിലോ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 വലിയ സൈസുള്ള ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു 5, 6 പച്ചമുളക് കൂട്ടുക. ഞാനിവിടെ എടുത്ത പച്ചമുളക് എരിവില്ല. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ 2, 3 ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണ വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായാൽ ഇതിലേക്കൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. ഇനി അതും അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 10 സെക്കൻഡിൽ ഒരു 15 സെക്കൻഡൊക്കെ മതിയാവും. അതിന് ശേഷം ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തത്. എന്നിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ആ വെന്ത് കുഴയാന്ന് പറയില്ല, ആ ഒരു പാകത്തിൽ ആ ഒരു തക്കാളി ഒന്ന് ആയിട്ട് വരണം. അപ്പോൾ അതൊന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്, വേഗമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് കുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ആണ് ചിക്കൻ എടുക്കുന്നത്. 1 മുതൽ 1.5 കിലോ വരെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു അളവ് തന്നെ മതി കേട്ടോ. 2 കിലോയിലേക്ക് പോകുമ്പോൾ ഇത്തിരിയും കൂടി ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി. ഒരു 1, 1.5 കിലോ വരെ ഈ ഒരു പൊടി കറക്റ്റ് അളവാണ്.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞല്ലോ 1 കിലോ ആണ് ഞാൻ എടുത്ത ചിക്കൻ. 1 കിലോൻ്റെ ഫുൾ ചിക്കനാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് 1.5 വരെ ഒക്കെ എടുക്കാം ഈ ഒരു സെയിം അളവിൽ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളം തീരെ ചേർക്കൂല കേട്ടോ. വെള്ളം ഒഴിക്കാണ്ടാണ് ഈ ഒരു കറി നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഈ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ ഉണ്ടാവും, അത് മാത്രം മതി. അപ്പോൾ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ചിക്കനിലൊന്ന് ഒന്ന് പൊതിയുന്ന രൂപത്തിലാകുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച മുളകില്ലേ, നമ്മളെ റെഡ് ചില്ലി ഫ്ലേക്സ്, അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ അതിൻ്റെ സ്പെഷ്യൽ ഇതെന്ന് പറയുന്നത് സാധാ നമ്മളെ കായപ്പൊടി കേട്ടോ, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു കായപ്പൊടി, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ബാക്കി 1 ടീസ്പൂൺ ഇപ്പോൾ നമ്മൾ ഇപ്പം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ കായം ചേർത്ത് നേച്ചിട്ട് ടേസ്റ്റ് മാറുമോ അങ്ങനെയൊന്നും സംശയിക്കേണ്ട കേട്ടോ. നല്ലൊരു ഫ്ലേവറേ വരുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ മുന്നേ ഞാനിത് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. എന്നിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഈ ഒരു ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വേവിക്കാനുണ്ട്. ഞാൻ മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചതുകൊണ്ട് ചിക്കനൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഞാനിത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടി കേട്ടോ. എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വരുന്ന ഒരു പാകമാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട ലാസ്റ്റ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഒരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/4 കപ്പ് മതി. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി. തേങ്ങാപ്പാലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരുപാട് മസാലകളാണല്ലോ ചേർത്തത്. ഈ ഒരു കറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ മസാലപ്പൊടികളാണ്. അപ്പോൾ അതും കായം, അതുപോലെ തന്നെ കറുത്ത ഏലക്കായ്, തക്കോലം, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ചേർത്തുകൊണ്ട് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി കൂടണ്ട. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടിയില്ല. അതുകൊണ്ടാണ് 1/4 കപ്പ് മതി എന്ന് പറയുന്നത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ള, എല്ലാം പാകത്തിലാണ്. ഇനി അത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ട് സൂപ്പർ ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഒരു 2.5 മണിക്കൂറായി ഞാനത് കുഴച്ച് വെച്ചിട്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു പാകമാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ ഒരു ചപ്പാത്തിൻ്റെ പാകത്തിൽ കുഴക്കണം എന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്. ഇങ്ങനെയാണ് ഇത് നമുക്ക് മാവ് വേണ്ടിയത്. ഈ ഒരു പാകത്തിലാണ് മാവ് ഉണ്ടാവേണ്ടത്. ഒന്നും കൂടെ ഞാൻ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഭട്ടൂര പോലെ ചെറുതല്ല. ഇവിടെ ഒരു ചപ്പാത്തിൻ്റെ സൈസിലാണ് ഈ ഒരു ഭട്ടൂര വേണ്ടി കേട്ടോ. അതിലും വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ അതിലും വലുപ്പത്തിലുണ്ടാക്കും. നമ്മളടുത്തിപ്പോൾ അങ്ങനെ അത്രയും വലുതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് വലിയ ചട്ടി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ചപ്പാത്തിൻ്റെ സൈസിലുള്ള ഉരുളാണ് ഉരുട്ടിയെടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക. എന്നിട്ട് ബാക്കി അവിടെ കവർ ചെയ്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മളെ ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെയാണ്, ആ ഒരു കട്ടി മതി കേട്ടോ. നല്ല നൈസായിട്ട് തന്നെയാണ് വേണ്ടത്. തീരെ കട്ടിയൊന്നും വേണ്ട. ഒരു പൂരിൻ്റെ തടി പോലും ഉണ്ടാവരുത്. നല്ല നൈസായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. തടി കുറഞ്ഞിട്ടാണ് വേണ്ടി കേട്ടോ. കട്ടി കുറഞ്ഞിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വലിയ ചട്ടിയിലൊക്കെ ചുടുന്നതാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടിയിട്ട് വലിയ സൈസായിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടി ഞാൻ കാണിച്ചാൽ നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിൻ്റെ കട്ടി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ അതേ റൗണ്ടിലാണ് പരത്തിയെടുത്തതും. ഇനിയിപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചട്ടിക്ക് തന്നെ ഞാൻ കറക്റ്റ് അളവാണ്. അപ്പം ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും വലിയ ചട്ടി എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഇട്ടപാട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു കയ്യിലോണ്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് പൊള്ളി വരും. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഭട്ടൂര. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഭട്ടൂരൻ്റെ ടേസ്റ്റേ അല്ല, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഭട്ടൂര തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വേവാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ചെരിച്ച് പിടിച്ച് കൊടുത്താൽ മതി. ഏതെങ്കിലും ഭാഗമൊക്കെ വേവാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എല്ലാ ഭാഗവും ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കാൻ വരാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലാണ്ട് തന്നെ പച്ചക്ക് ചൂടോടുകൂടി മുറിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒന്ന് പറയാം, ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു തുള്ളി എണ്ണ പോലും കയറുകയില്ല കേട്ടോ. നല്ല സേഫായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തീ വല്ലാണ്ട് കുറച്ച് വെക്കരുത്. ഒരു മീഡിയം തീ കുറച്ചൊരു കൂട്ടി വെച്ചിട്ടാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്.
പെട്ടെന്ന് പെട്ടെന്ന് ആവുകയും ചെയ്യും. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനം. കാരണം നമ്മൾ നല്ല നേരിയതായിട്ടല്ല പരത്തിയത്. അപ്പോൾ ഒരുപാട് സമയവും വേണ്ട, പെട്ടെന്ന് വേവും. പൊതുവേ ഭട്ടൂര വേഗം വേവണ ഒരു സാധനം കൂടിയാണ്. അപ്പോൾ അത് രണ്ടാമത്തതും ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് രണ്ടാമത്തെ ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി പുറത്തൊക്കെ പോയാൽ ഇങ്ങനെ തട്ടുകടയിൽ പോലും കിട്ടും കേട്ടോ. നമ്മൾ നോർത്ത് ഭാഗത്തൊക്കെ പോയാൽ തട്ടുകടയിൽ വരെ ചോല ഭട്ടൂര എന്ന് പറഞ്ഞിട്ട് കറി ചോല ആയിരിക്കും. എന്നാലും നല്ല ടേസ്റ്റാണ് ഇത് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കടലക്കറി അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ പൊളി കോമ്പിനേഷനാണ്. ഒരു പുതിയ സ്റ്റൈലിലുള്ള കറിയാണ്. അപ്പോൾ അത് രണ്ടും ഞാനിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ്. ഈ ഒരു കറി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. അത് ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വിളമ്പി വെച്ചതാണിത്. ഇനിയിപ്പോൾ ഞാൻ ഒരു വട്ടൂരൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു പ്ലേറ്റ് കണ്ടില്ല, അപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട് ആ ഒരു സൈസ് എന്ന് പറയുന്നത്. ആ ഒരു പ്ലേറ്റിലേക്ക് നിറച്ചുണ്ട് ആ ഒരു ഭട്ടൂര, കണ്ടില്ല. ഇതിലും വലുതാക്കിയിട്ടൊക്കെ ഉണ്ടാക്കട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ പൊരിച്ചെടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാനും പറ്റും. കഴിക്കാനും ടേസ്റ്റാണ് വലിപ്പം കൂടുന്തോറും. ഇനി ഇതാ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉൾഭാഗത്തൊന്നും ഒരു തുള്ളി പോലും ഉള്ളിലേക്ക് എണ്ണ കയറി ഒന്നും ചെയ്യൂല എന്നുള്ള. ഉൾഭാഗം കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, കണ്ടില്ല, നല്ല ഇതായിട്ടാണ് ഉള്ളത്. നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് വെറുതെ കഴിക്കാൻ പോലും പറ്റും. നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് കാണിച്ച ഈ 2 ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.